നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്ന് പെൺകുട്ടികളുടെ ശബ്ദം രാഹുൽ ഗാന്ധിയെ കേൾപ്പിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും രാജ്യത്തൊരു മനുഷ്യൻ, ഒരു നേതാവുണ്ട് എന്ന് പെൺകുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നു. അദ്ദേഹം കുട്ടികളെ ക്ഷണിക്കുന്നതിന് മുൻപ് അവരുമായി ഓൺലൈൻ വഴി പലതരത്തിലുള്ള സംവാദങ്ങൾ നടത്തി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ശേഷമാണ് ഈ ചാത്രോക്കിയിൽ അദ്ദേഹം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഇവിടെ പെൺകുട്ടികളാണ് അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ഇത് ഇന്ത്യയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സന്ദേശമല്ല അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്ത് എവിടെ ആകട്ടെ, ഏതു ജാതിയോ മതത്തിലോ പെട്ടവരാകട്ടെ, ആ പെൺകുട്ടികൾക്കുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു പ്രസംഗം വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, ഒരിക്കലും രാഷ്ട്രീയ പ്രസംഗമായി അതിനെ കാണാനും കഴിയില്ല. എന്തെന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതായത് ഈ കഴിഞ്ഞുപോയ പരീക്ഷയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനെല്ലാത്തിനും കാരണം. എത്രയോ കുട്ടികൾ, 10-22 കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലെത്തി. അതിന് ശ്രമിച്ചിട്ടുള്ള കുട്ടികൾ പലത് വേറെ. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം പെൺകുട്ടികളുമായി സംവാദിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കരുത്തറ്റ നേതാവ് പെൺകുട്ടികളുടെ പ്രശ്നം കേൾക്കാനായി വേദിയിൽ കടന്നു വന്നപ്പോൾ കണ്ട ആരവം ഇന്നോളം ഇന്ത്യയിൽ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരമുഖമായിരുന്നു അത്. അതായത് സമരം ചെയ്യാനല്ല അവിടെ വന്നത്, എന്നാൽ സമരത്തിന് സമാനമായ ഒരു മുഖമായിരുന്നു അവിടെ നാം കണ്ടത്. പെൺകുട്ടികൾ ആടിയും പാടിയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ലോകത്തോട് പെൺകുട്ടികൾ വിളിച്ചു പറയുകയുമാണ് അവിടെ ഉണ്ടായത്. പെൺകുട്ടികൾക്കുള്ള സുരക്ഷയും അസമത്വമാണ്. ഈ രാജ്യത്ത് നടക്കുന്ന അസമത്വത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി ആ പെൺകുട്ടികളോട് പറഞ്ഞത്. അതായത് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാൻ ആർക്കും കഴിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പലകുറി പറഞ്ഞിട്ടുണ്ട് നാരി ശക്തി എന്ന്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് പിടിച്ചത്, ഇവിടെ അടുത്ത കുറി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. ഇന്ന് അതേ പെൺകുട്ടികൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. പലതരം വീഡിയോകൾ, ഏത് തരത്തിലാണ് അദ്ദേഹത്തെ നിഷേധിച്ചുകൊണ്ട് ഇന്ന് പെൺകുട്ടികൾ സംസാരിക്കുന്നത്. ഈ ജെൻസിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കാനായി ശ്രമിച്ചത്. അതുപോലെ ഒരു കൗതുകരമായ കാര്യം, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കുറ്റവാളിയെ ഈ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തു. മറ്റാരുമല്ല, ബീഹാറിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കുറ്റവാളി. അദ്ദേഹത്തിന്റെ പ്രായം എത്രയെന്നറിയണ്ടേ? വെറും 6 വയസ്സ്. അവൻ ചെയ്ത പ്രശ്നമെന്താ? അവൻ ചെയ്ത തെറ്റെന്താ? അവനെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? ആ വീഡിയോ ഇന്ന് വൈറലാണ്. ഈ ലോകത്തിൽ തന്നെ ഇത്രയും ചെറിയ ഒരു കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ചരിത്രമേ ഇല്ല. പല കുറിയും പല തലങ്ങളിലും നോക്കി, പക്ഷെ ഒരിടത്തും കാണാത്ത ഒരു വിചിത്രമായ സംഭവം ഇന്ത്യയിൽ നടന്നു, ബീഹാറിൽ നടന്നു. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നത് ജീപ്പിലും മറ്റൊന്നിലും കൊണ്ടുപോയല്ല, അവന് വേണ്ട ശുശ്രൂഷ നൽകുന്നതിന് കുറേ സമയം ഈ പൊരിവെയിലത്ത് നിൽക്കുകയായിരുന്നു. അവർ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് അവനെ കൊണ്ടുവന്ന് ആ ആംബുലൻസിനകത്ത് കയറ്റുന്നത്. അതിന് ജനങ്ങൾ ഒരുപാട് പ്രതികരിക്കുന്നുണ്ട്, പത്രങ്ങൾ ചോദ്യങ്ങൾ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, ഒന്നിനും മറുപടിയില്ല. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ്? ഇനിയും ഒരു ഇലക്ഷൻ സംഭവിച്ചാൽ പല കുട്ടികൾ പറയുന്നു, പല മുതിർന്ന നേതാക്കൾ പറയുന്നു, നമ്മുടെ രാജ്യത്ത് ഇനിയും EVM മെഷീൻ വെച്ചാണ് ഇലക്ഷൻ നടക്കുന്നത് എങ്കിൽ തീർച്ചയായും മറ്റൊരു പാർട്ടിക്ക് കടന്നു വരാൻ സാധ്യമല്ല. സ്ത്രീകളെ ഇന്നും ചില ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങുന്ന മനോഭാവം മാറണം എന്ന പ്രശ്നം. അതിനാൽ പൂനെയിലെ ആ വേദിയെ വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമായി തള്ളിക്കളയുന്നത് ശരിയല്ല. പെൺകുട്ടികളോട് നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് അവകാശമുണ്ട്, നിങ്ങളുടേതാണ് എന്ന് ആത്മവിശ്വാസം നൽകാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹം പൂനെയിൽ പെൺകുട്ടികളോട് സംസാരിക്കാൻ ശ്രമിച്ചത്. ഇത് വെറും വാക്കുകളല്ല. ഒരിക്കലും
ഇത് വെറും വാക്കല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 29-ാം തീയതി ശനിയാഴ്ച, അതായത് 2026 ഓഗസ്റ്റ് 26-ാം തീയതി 29-ാം തീയതി നമ്മുടെ രാജ്യത്ത് നിന്നും ഒരു വ്യക്തി അമേരിക്കയിൽ പോകാൻ പോകുന്നു. അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്നതിന് വേണ്ടി വേദിയും ഒരുക്കി, നാട്ടുകാരും ഒരുങ്ങി, അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരുപാട് അനവധി ആൾക്കാർ ഒരുങ്ങി. അപ്പോൾ അവിടുത്തെ മേയർ, മംദാനി മേയർ പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം ശക്തമായ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും ഞാൻ ഇതിനെ അനുകൂലിക്കുന്നില്ല. പരസ്യ പ്രചാരണമാണ് അവിടെ നടക്കുന്നത് അദ്ദേഹത്തിനെതിരെ. അതായത് ഇവിടുന്ന് പോകുന്നത് ശ്രീ മോഹൻ ഭാഗവതരാണ്. അദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ചെയ്യണമെന്ന് അവിടുത്തെ സമൂഹം, ആൾക്കാർ പരസ്യമായി പ്രതികരിക്കുന്നു. ഇതിനെതിരെ ഒട്ടനവധി ആയിരക്കണക്കിന് ആൾക്കാർ ഗവർണർക്കും അല്ലെങ്കിൽ അവിടുത്തെ മേയർക്കും അവർ പരാതി എഴുതി നൽകി ഇദ്ദേഹത്തിന് വിസ അനുവദിക്കരുത്. എന്തെന്നാൽ നാസിയുടെ പിന്മുറക്കാരായ, അതായത് ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ കൊല്ലുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ വക്താവാണ് അദ്ദേഹം. ആയതിനാൽ അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള അനുവാദം നൽകരുത്, ഇവിടെ വന്ന് അദ്ദേഹം പ്രസംഗിക്കരുത്. അമേരിക്കയിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി അമേരിക്കയിൽ ചെല്ലുമ്പോൾ ആ അമേരിക്കയിൽ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇന്ത്യൻ ഒരു വംശജനായ ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോഴവിടെ അലയടിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഇവർ അത്തരം അനുഭവങ്ങളാണ് പൊതുസമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ചില വ്യക്തികളാണ് ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ ഈ 29-ന് അവിടെ വരുന്നതും പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതും. ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം വലിയ സന്തോഷത്തിലാണ്. എന്താണ് RSSകാർ പ്രത്യേകിച്ചും, എന്താണ് നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ശക്തി ലോകം മുഴുവനും പകരട്ടെ എന്നാണ്, പകർത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം പോകുന്നത് എന്നുള്ള ഒരു ആഹ്ലാദത്തിലാണ്. പക്ഷേ എന്താണ് കാരണം? അതിന്റെ കാരണം എന്താ? ഇവർ ഇന്ത്യ നശിപ്പിച്ച് തീർന്നു. ഇനി ആ ബാക്കിയുള്ള ആൾക്കാർ സമാധാനത്തോടു കൂടി അവിടെ ജീവിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ വീണ്ടും അങ്ങോട്ട് ചേക്കേറാൻ ശ്രമിക്കുന്നത്. ഇവർ ഇന്ത്യക്കകത്ത് നടത്തിയതൊന്നും ഇപ്പോൾ വില പോകുന്നില്ല. എന്തെന്നാൽ ഇന്ന് ഇന്ത്യയിലെ ജൻസികൾ, കാക്രോച്ചികൾ അല്ലെങ്കിൽ കോക്രോച്ചികൾ, ഈ കുട്ടികൾ ആണും പെണ്ണും ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന ഇലക്ഷൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വേദിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത് വെറും ഈ സ്ത്രീകളെ കുറിച്ചുള്ള അവളുടെ അവകാശത്തെ കുറിച്ചല്ല. സ്ത്രീ ആരുടെയും സ്വത്തല്ല. അവളുടെ ജീവിതം തീരുമാനിക്കേണ്ടത് അവളാണ്. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവളാണ്. അവളുടെ ജോലി തീരുമാനിക്കേണ്ടത് അവളാണ്. അവളുടെ വ്യക്തിത്വം തീരുമാനിക്കേണ്ടത് അവളാണ്. അവൾക്കാണ് എല്ലാ അവകാശവും, അവൾക്കാണ് പൂർണ്ണ അവകാശമുള്ളത്. അതിൽ അച്ഛനെന്നോ സഹോദരനെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളെന്നോ സ്വന്തക്കാരെന്നോ എന്നും ആർക്കും ഒരിതുമില്ല. ഇന്ത്യയിലെ പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള തെളിവുകൾ ഇതിനോടകം ഒരുപാട് വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, തങ്ങളുടെ ശബ്ദം കേൾക്കാൻ, തങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് പറയാൻ ഞങ്ങൾക്കൊരാളുണ്ട് എന്ന് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ എന്തുകൊണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കുകയും നെഞ്ചോട് ചേർക്കുകയും, ലോകത്തിൽ ആദ്യമായി ഒരു 6 വയസ്സായവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എത്ര വിചിത്രമായ ഒരു സംഭവം അല്ലേ? അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയോട് ഒരു റിപ്പോർട്ടർ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവന്റെ തലയിൽ ഉദിച്ച ആ ബുദ്ധി എത്രത്തോളം വലുതാണ് എന്ന് നോക്കണം. പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൽ അതിലൊരു കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തെന്നാൽ അവന്റെ ബുദ്ധി അത്രത്തോളം വളർന്ന ബുദ്ധിയായിരുന്നു. ആരും പറയാത്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ഇത്തരത്തിൽ മാറാൻ, അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്? എന്തുകൊണ്ടാണ് അവർ മാറ്റി ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ മാറാൻ തീരുമാനിക്കുന്നത്? കേൾക്കൂ, അവന്റെ വാക്കുകൾ എന്താണെന്ന് കേട്ടു നോക്കൂ. ഒരു വലിയ നേതാവ് പോലും പറയാത്ത വാക്കുകളാണ് അവൻ പറയുന്നത്.
बीजेपी पार्टी आपको कैसी लगती है? मुझे पूरा बेकार लगता है। बीजेपी का फुल फॉर्म ये भारतीय जनता पार्टी नहीं रखना चाहिए। बलात्कारी झूठा पार्टी। कांग्रेस पार्टी के बारे में क्या कहोगे? कांग्रेस पार्टी अच्छा है। पंडित जवाहरलाल नेहरू जी भी जेल ही में पढ़ के प्रधानमंत्री बने तो हम कांग्रेस पार्टी को अच्छा बोलते हैं। और राहुल गांधी के बारे में? वो तो लगातार छात्रों के समर्थन की बात कर रहे हैं, छात्रों के अच्छा मानते हैं उनको। उन्होंने जाके थाना में छापा मारी भी मारा, तो हम राहुल गांधी जी को अच्छा मानते हैं। तो आप क्यों कह रहे हो कि बीजेपी जो है वो बेकार पार्टी है, अच्छी पार्टी नहीं है? देखिए, बीजेपी में सम्राट चौधरी जी अभी तक बिहार में कुछ काम ही नहीं किया। मोदी जी का कोई आदमी बोल रहा है कि मोदी जी का 14 करोड़ का मंदिर बनेगा, और मंदिर जो गरीब के बीच वो बांट दे तो कितना अच्छा रहेगा। वो राम जी की तरह नहीं हो सकते मोदी जी। अपने पिता के कहने पे वो 14 साल वनवास चल जाते क्या? प्रधानमंत्री जब बने थे और रात को ऐलान हो जाता कि अब प्रधानमंत्री नरेंद्र मोदी जी बनेंगे, और उनके पिता कह देते कि 14 साल वनवास चल जाते, वो चल जाते हैं। അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസ് പാർട്ടി അച്ഛാ പാർട്ടിയെ. നെഹ്റുജി ജയിലിൽ കിടന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. രാഹുൽ ഗാന്ധി അച്ഛാ ആത്മീയെ രാഹുൽ ഗാന്ധി. ബിജെപി ബെഗാർ വൃത്തികെട്ട പാർട്ടിയാണ് ബിജെപി എന്ന് അത്രത്തോളം കുട്ടികൾ പോലും വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. മാത്രമല്ല, ഈ ഓഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 2047 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമത്രേ. ഇവിടെ ഈ സമര സമയത്ത് അവിടെ ഒരു പയ്യന് വെടി കൊണ്ടിരുന്നു. അവന്റെ ശരീരം മുഴുവനും പെല്ലറ്റാണ് കയറിയിരിക്കുന്നത്. 10, 20, 25 അല്ലെങ്കിൽ 100, 200 അവന്റെ ദേഹം ആസകലം അടിയും വെടിയും കൊണ്ട പാടുകളാണ്. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ ഡൽഹി പോലീസിൽ പരാതി കൊടുക്കാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുന്നു. അദ്ദേഹം അവനോട് സംസാരിക്കുന്നു. നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടെ വരും, ഇതിനൊരു പരിഹാരം കാണിച്ചു തരികയും ചെയ്യും. അങ്ങനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി പോകുന്ന ഒരു രംഗം രാജ്യം മുഴുവനും കണ്ടു, അല്ലെങ്കിൽ ലോകം മുഴുവനും കണ്ടു. ആ പയ്യന് നീതി വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം സമരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളാണ്. ഒന്നുകിൽ നിങ്ങൾ FIR ഇടണം, ഇല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന് പുറത്ത്, ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് ഞാൻ കുത്തിയിരിക്കും. ചിലപ്പോൾ ഒരാഴ്ചയാകും, 1 മാസമാകും, 6 മാസമാകും, ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഉത്തരം മുട്ടി അവർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു, വളരെ കൗതുകരമായ ഒരു കാര്യം. അദ്ദേഹം ചോദിച്ചത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണോ അതോ നിങ്ങളുടെ ഈ ഫോട്ടോയിൽ തൂക്കിയിരിക്കുന്ന അമിത്ഷായാണോ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ചിരിയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അങ്ങനെ ഗതികെട്ട് രാജ്യത്തിന്റെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി പോലീസ് അവസാനം FIR ഇട്ട് അതിനെ പകർപ്പ് രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം അവിടം വിട്ട് അദ്ദേഹം പോകാൻ തയ്യാറായത്. Good morning. My name is Sarita Pandey and I speak on behalf of Save America from Hindutva. The RSS is not a cultural organization. It is a Hindu supremacist paramilitary movement whose ideology and networks have been associated with horrific violence against Muslims, Christians, and other minorities in India. Killings, attacks on homes and businesses, and the destruction and desecration of places of worship. This movement is not confined to India. For decades, the RSS has built an infrastructure in the United States through deep ideological, historical, and organizational connections with US-based Hindu supremacist groups. Its ecosystem operates through shakhas, student organizations, charities, cultural programs, lobbying campaigns, and political advocacy, seeking influence in our universities, libraries, school system, legislatures, and interfaith spaces. Now, its supreme leader Mohan Bhagwat is coming to Madison Square Garden. There is nothing inherently wrong with seeking legitimacy in America, but the question is, legitimacy for what? Bhagwat is seeking American respectability for a movement and an ideology
fundamentally at odds with American values of religious equality, pluralism, and equal citizenship. If this event proceeds, its most valuable output will be the photographs and the images. The supreme leader of the RSS beneath the Madison Square Garden name, addressing thousands from a celebrated American stage. Those images will circulate worldwide as evidence that Bhagwat was welcome and honored in New York. This is reputation laundering for an extremist organization. It's equivalent to giving a stage to the leaders of ISIS and Al-Qaeda. The U.S. Commission on International Religious Freedom has recommended targeted sanctions against the RSS for responsibility or tolerance of severe violations of religious freedom. American institutions should not help sanitize its record. Madison Square Garden should not lend its name, prestige, and credibility to this project. Mohan Bhagwat and RSS deserve scrutiny and sanctions, not legitimacy, spotlights, and applause. We call on Madison Square Garden to cancel this event. Thank you. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിലാണ് പെൺകുട്ടികളുടെ പ്രതീക്ഷ മുഴുവനും. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കാതോർക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അവർ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലം, അതായത് എന്ത് പറഞ്ഞാണോ നിങ്ങൾ BJPയും RSSും അതുപോലുള്ള ആൾക്കാരും അദ്ദേഹത്തെ, ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയട്ടെ, അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് ഒരു BJPയുടെ നേതാവ്, ഒരു മന്ത്രി ഒരു വേദിയിലിരുന്ന് പ്രസംഗിക്കുന്നു. അദ്ദേഹം എങ്ങനെയാണ് രാജ്യദ്രോഹിയാകുന്നത്? ദേശദ്രോഹിയാണ് അത്രേ. അദ്ദേഹം എങ്ങനെയാണ് ദേശദ്രോഹിയായത്? എന്ത് കാരണത്താലാണ്? നിങ്ങൾ പലകുറി കളിയാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമായി പറയാം. നിങ്ങൾ കളിയാക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായത് ചുമ്മാതല്ല. ഇത്തരം അവസരങ്ങൾ അദ്ദേഹത്തിന് വീണ് കിട്ടും, അല്ലെങ്കിൽ ഒരു അവസരം വരും എന്ന് അദ്ദേഹം ശ്രദ്ധാപൂർവം, ഒരു അവസരത്തിനായി ശ്രദ്ധാപൂർവം അദ്ദേഹം കാത്തിരുന്നു. ആ അവസരം അദ്ദേഹത്തെ തേടിയെത്തി. അത് തേടിയെത്തിയത് എന്താ? പാറ്റകളുടെ രൂപത്തിലാണ്. ആ വേദിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നു. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സമരത്തിന്റെ ഭാവവും രൂപവും മാറി. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായി മാറിയത്. ആലോചിക്കണം. അതുവരെ ഏത് രീതിയിൽ പോയിരുന്ന ഒരു സമരമാണ് ഇതാ വീണ്ടും അവരെ പറഞ്ഞു പറ്റിച്ചു, അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവരെ വീണ്ടും സമരമുഖത്തേക്ക് വലിച്ചിഴക്കുകയാണ് ഇന്നത്തെ പാർട്ടി. അത് സംഭവിക്കാതിരിക്കട്ടെ. രാജ്യം ഇന്ന് കാതോർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനാണ്. രാഹുൽ ഗാന്ധി എന്തു പറയുന്നു എന്നതാണ് ഇന്ന് ഇന്ത്യയിലെ യുവാക്കളുടെ ശ്രദ്ധ. നാളെയും അത് തന്നെയായിരിക്കും. BJPക്ക് ഇവിടെ തകർച്ച സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ന് IT സെല്ലുകൾ പ്രവർത്തനരഹിതമാണ്. കാരണം അവർ ഇത്രയും കാലം, ഈ 10-12 വർഷം ഈ IT സെല്ലുകൾ പ്രയോഗിച്ച് കോൺഗ്രസിനെയും അതിൻ്റെ വക്താക്കളെയും അതിൻ്റെ അമരത്ത് വരാൻ ആര് ശ്രമിക്കുന്നോ അവരെയൊക്കെ ഇടിച്ചു താഴ്ത്തുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അതേ IT സെൽ പ്രയോഗം ഇതാ കോൺഗ്രസും തിരിച്ചടിക്കുകയാണ്. പക്ഷേ അവരും BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്നാൽ BJP ചെയ്യുന്നത് പോലെ തരം താഴ്ന്ന പരിപാടികൾ കോൺഗ്രസ് ചെയ്യുന്നില്ല. അത്തരം മോശപ്പെട്ട പ്രവണതകളും അവർ ചെയ്യുന്നില്ല. ആരെയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ആരെയും തരം താഴ്ത്തി സംസാരിക്കുന്നതുമില്ല. ഈ അടുത്ത സമയത്താണ് കേരളത്തിൽ 4 കോടി അതിലും മുകളിൽ പണം ഇലക്ഷന് വേണ്ടി ചെലവാക്കി അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് PC ജോർജ് കരഞ്ഞും വിളിച്ചും നെഞ്ചത്തടിച്ച് നടന്നത്. അദ്ദേഹം നിമിഷനേരം കൊണ്ട് ആ വാക്കുകൾ മാറ്റി പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് ലോകത്തുള്ള എല്ലാ മീഡിയകളിലും അത് ഓടിക്കഴിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്തായാലും ശരി, ഇന്ന് രാജ്യത്ത് മറ്റൊരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തെന്നാൽ ഇവിടെ ജൻസികൾ, പുതിയ തലമുറ, അവർ തീർച്ചയായും ഈ ഗവൺമെന്റിനെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം തൊഴിലില്ലായ്മ ദിനം പ്രതി വർദ്ധിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഇന്ന് തൊഴിലില്ലായ്മയുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് രാജ്യത്തെ കുട്ടികൾ, കാക്രോച്ചുകൾ, പാറ്റകൾ തെരുവിൽ ഇറങ്ങിയതവർ.
അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചത് വലിയ വലിയ ഒരു ദുരന്തമായി മാറിയത്. അവരെ ഓടിക്കാൻ ശ്രമിച്ചത് അതൊരു വലിയ ദുരന്തമായി മാറി. ആ ദുരന്തം ഇന്ന് ഭരണത്തിരിക്കുന്ന സർക്കാരിന്, ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അവർ ഇനിയും വരും. ഇനി വരുന്നത് ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും എന്ന് മാത്രം. അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.